നമുക്കിപ്പോൾ കുളിക്കാനൊന്നും പറ്റില്ല. കുളിക്കാൻ പറ്റാത്തൊരു കണക്കാണ്, മഹാന്മാരുടെ കണക്കാണ്. ഞാൻ അപ്പോൾ കുളിച്ചിട്ട് 6ാമത്തെ വർഷം. അത് കുളിച്ചിട്ട് 6 വർഷമായി. അസ്സലാമു അലൈക്കും. ഇത് ഏർവാടിയിലുള്ള ഒരു കൃഷ്ണൻകുട്ടിയാണ്. കൃഷ്ണൻകുട്ടീനെ ഞങ്ങളൊക്കെ വിളിച്ചിരുന്നത് സുന്ദരൻ എന്നാണ്. നമ്മൾ വേറൊരു വീഡിയോയിൽ 1-2 വീഡിയോയിലൂടെ ഈ കൃഷ്ണൻകുട്ടിയെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ചില ആളുകൾ മുസ്ലിയാക്കന്മാർ പോയിക്കൊണ്ട് ഈ വികൃത രൂപത്തിൻ്റെ അടുത്ത് പോയിക്കൊണ്ട് വീഡിയോ ചെയ്യാറുണ്ട്. എന്താണ് അയാൾ പറയാറുള്ളത്? അയാൾ പറയുന്നത് അയാൾക്ക് കുളിക്കുവാനുള്ള ഉത്തരവില്ലാത്തത് കാരണം കൊണ്ട് 6 വർഷമായിട്ട് കുളിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത് ഈ അടുത്ത് ഇറങ്ങിയ വീഡിയോ ആണ്. എന്നാൽ നമ്മൾ തന്നെ 2 വർഷം മുമ്പ് കാണിച്ച വീഡിയോയിലും ഇയാൾ പറയുന്നത് എന്താണ്? മഹാന്മാരുടെ ഉത്തരവില്ലാത്തത് കൊണ്ട് 6 വർഷമായിട്ട് കുളിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ ഈ പുതിയ വീഡിയോയിൽ പറയുന്നതും 6 വർഷം, അന്ന് പറയുന്നതും 6 വർഷം. അയാൾക്ക് എന്നും 6 വർഷമാണ്. അയാൾ എന്നാണോ കുളിച്ച് അതിൻ്റെ പിറ്റേ ദിവസം മുതൽ അയാൾ 6 വർഷമായിട്ട് കുളിച്ചിട്ടില്ല എന്നുള്ളതാണ്. നുണയാണ് ഇവരുടെ മെയിൻ തെളിവുകൾ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ തെളിവ് എന്താണ്? സ്വപ്നമാണ്. ആ സ്വപ്നവും ഇതിൽ പറയുന്നുണ്ട്. കൃഷ്ണൻകുട്ടി ഇവിടെ മണ്ണാർക്കാടുകാരനാണ്, കാഞ്ഞിരം സ്വദേശിയാണ്. കാഞ്ഞിരം ഭാഗത്തുള്ള അമ്പകുന്ന് എന്ന് പറയുന്ന പ്രദേശത്ത് അന്ന് ഖുറാഫാത്തിൻ്റെ മേഖലയിലൂടെ കുബൂരിത്തരത്തിലൂടെയും ഖബറുകൾ തെരഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരു പൂർവാശ്രമം ഉണ്ടായിരുന്നു ഈ എനിക്കും. അന്ന് ഈ സുന്ദരനുമായിട്ട് നല്ല ബന്ധമായിരുന്നു. സുന്ദരൻ നന്നായിട്ട് മുറുക്കുമായിരുന്നു. മുറുക്കുക, വെറ്റില, അടയ്ക്ക, പോല. അവൻ്റെ മുറുക്കാൻ സഞ്ചിയിൽ നിന്ന് ഞാനും മുറുക്കിയിട്ടുണ്ട് കുറേ. അവന് തലയിൽ മുടിയില്ല. തലയിൽ മുടിയില്ലാത്തത് കൊഴിഞ്ഞു പോയതല്ല, കഷണ്ടിയായതല്ല, മടാളെടുത്തിട്ട് വെട്ടിയിട്ട്, അതായത് ഇവൻ ഒരു കാളിയുടെ ഒരു പൂജാരിയാണ്. അങ്ങനെ ബാധ ഒഴിപ്പിക്കുക എന്നുള്ള ആ ഒരു കളം വരച്ചുകൊണ്ട്, കള്ളു കുടിച്ചുകൊണ്ട്, മണ്ടയിൽ വെട്ടിയിട്ട് രക്തം വരുത്തിക്കൊണ്ട് ഈ പേയും പിശാസും ഇളകി വരുന്ന അന്ധവിശ്വാസികളുടെ ബാധ ഒഴിപ്പിക്കുന്ന ഒരു സംഭവമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനിടയ്ക്ക് പിടിച്ചുകൊണ്ടുവരുന്ന ഒരു ബാധനെ, ഒരു എന്താ പറയുക, മൺകുടുക്കയുണ്ടല്ലോ, ആ മൺകുടുക്കയിലാക്കിയിട്ട് ചുമന്ന പട്ടിട്ട് മൂടിയിട്ട് കെട്ടിക്കൊണ്ടുപോകുമ്പോൾ കലം വീണ് പൊട്ടി ബാധ അവൻ്റെ മേത്ത് കയറി എന്നൊക്കെയാണ് അവൻ പറയണത്. എന്നിട്ട് പോയി എത്തിപ്പെട്ടത് എവിടെയാണ്? ഏർവാടിയിലാണ്. ഏർവാടിയിൽ കൂശാലാണ്. അവിടെ നല്ല ഭക്ഷണം കിട്ടും. അതുപോലെ അവന് വേണ്ട ചരക്കുകളും ചരസുകളും എല്ലാം അവിടെ കിട്ടും. അപ്പോൾ പിന്നെ അവിടെ സുഭിക്ഷമായിട്ട് കഴിഞ്ഞുകൂടാ. തെണ്ടിച്ച് തിന്നണ്ട. ഈ തെണ്ടിച്ച് തിന്നുക എന്നുള്ളത്, ജോലിയെടുത്ത് ജീവിക്കുക എന്നുള്ളത് ബുദ്ധിയല്ല, തെണ്ടി തിന്നുക എന്നുള്ളതാണ് ബുദ്ധി എന്ന് മനസ്സിലാക്കിയ സുന്ദരൻ്റെ അല്ലെങ്കിൽ കൃഷ്ണൻകുട്ടിയുടെ കഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കി എന്താണ് കൃഷ്ണൻകുട്ടി പുലമ്പുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. 6ാമത്തെ വർഷമാണ്. അതായത് കുളിക്കാൻ പാടില്ല, പല്ല് തേക്കാൻ പാടില്ല, ഷേവ് ചെയ്യാൻ പാടില്ല, ഡ്രസ്സ് മാറാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു കണക്കിലാണ് മഹാന്മാർ. അങ്ങനത്തെ കേസാണ്. കോട്ട കേസിലായിരുന്നു ഈ കേസ്. അങ്ങനത്തെ കേസൊന്നുമല്ല ഇത്. പീരാന്ത് എന്ന് പറയും ഞങ്ങളവിടെ. കുളിക്കൂല, പല്ല് തേക്കൂല, നഖം വെട്ടൂല. അതുപോലെ തന്നെ ഈ പറയപ്പെട്ട ഇയാൾ നടക്കുന്ന ഷേവ് ചെയ്യൂല എന്നുള്ളത്. ഷേവ് ചെയ്യൊക്കെ വലിയ പാടാണ് അല്ലേ? അപ്പോൾ ഷേവ് ചെയ്യാത്ത പോട്ടേന്ന് വെക്കാം അല്ലേ? മറ്റുള്ള കുളിക്കും പല്ലേക്കും ചെയ്യാത്ത തിന്നാതിരിക്കലുണ്ടോ? 6 വർഷമായിട്ട് കുളിച്ചിട്ടില്ല, പല്ല് വെച്ചിട്ടില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും, ഭക്ഷണം കഴിക്കുക, മിണുങ്ങ, അത് ചെയ്യാതിരിക്കണ്ടോ? ഇല്ല. അത് ചെയ്യാതിരിക്കില്ല. അപ്പിടാണ്ടിരിക്കണല്ലോ? ഇല്ല, അതുമില്ല. മുട്ടുമ്പോൾ അപ്പിടും. അതേപോലെ തന്നെ വിശക്കുമ്പോഴും വിശക്കുന്നില്ലെങ്കിലും തിന്നും. അതിന് യാതൊരുവിധ അനുവാദം ആരുടെ ആവശ്യമില്ല. മഹാന്മാരുടെ, അപ്പാപ്പന്മാരുടെ, കാക്കന്മാരുടെ ആവശ്യം അല്ലെങ്കിൽ അനുവാദം അവിടെ ആവശ്യമില്ല. ഇത് ഭക്ഷണം കഴിക്കുന്നതിനും അപ്പിടുന്നതിനും. ഇവിടെ ഇബ്രാഹിം ബാദുഷയുടെ അനുവാദവും അതുപോലെ തന്നെ അബു താഹിർ വലിയുള്ളയുടെയും അതുപോലെ തന്നെ അബ്ബാസ് മന്ത്രിയുടെയും ഹക്കീം ഡോക്ടറുടെയും ഒക്കെ അനുവാദം ചോദിച്ചു നിൽക്കുന്ന സുന്ദരോ, ഇജ്ജ് അപ്പിടാൻ മുട്ടുമ്പോൾ ഏത് ഔലിയക്കാക്കയുടെ അനുവാദമാണ് ചോദിക്കാറുള്ളത് അല്ലേ? അത് നമുക്കറിയണമല്ലോ. കുളിക്കണേനും പല്ലേക്കണേനും ഔലിയമാരുടെ അല്ലെങ്കിൽ മഹാന്മാരുടെ അല്ലെങ്കിൽ ഇവൻ്റെയൊക്കെ ശൈത്താന്മാരുടെ അനുവാദം വേണം. അപ്പിടാൻ മുട്ടുമ്പോൾ ഇതിങ്ങനെ വീണ്ടും പറയുന്നത് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ആരുടെങ്കിലും അനുവാദത്തിന് കാത്തു നിൽക്കുമോ? വല്ലാതെ കാത്തു നിന്ന് കഴിഞ്ഞാൽ ഊടുമുണ്ടിൽ പോകും, കാര്യം സാധിക്കും എന്നുള്ളതാണ്. ബാക്കി പറയട്ടെ. വലിയ ദർഗയിൽ കോട്ട കേസ് പറഞ്ഞാൽ കോട്ടൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത, ദർഗയുടെ ഉള്ളിൽ നിന്ന് പുറത്ത് വരാൻ പറ്റാത്ത കേസായിരുന്നു. അപ്പൊ ദർഗയുടെ ഉള്ളിലായിരുന്നു ഞാൻ 4 വർഷം ഇരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഈ കൊറോണ സമയം വന്നപ്പോൾ കാട്ടുപള്ളിയിലെ ഹക്കീം ഡോക്ടറെ അടുത്തേക്ക് കണക്ക് കൊടുത്ത്
മഹാന്മാർ ഇപ്പം ഹക്കീം ഡോക്ടർ കണക്ക് കൊടുക്കുന്നത് പറഞ്ഞ കണക്ക് കൊടുക്കണത് ഞാൻ പറഞ്ഞുതരാം. കൊറോണ ആയപ്പോൾ അവിടെ ആൾത്തിരക്ക് കുറക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും പോലീസും ചെന്നിട്ട് പറഞ്ഞു ഇവിടുന്ന് മര്യാദയ്ക്ക് പോയിട്ടില്ലെങ്കിൽ ഒക്കെ ഇനിയും പിടിച്ച് അകത്തിടും എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായി, വേറൊരു ദർഗയിലേക്ക് അവിടേക്ക് പോയി. എന്നിട്ട് മഹാന്മാർ കണക്ക് കൊടുത്തു, മഹാന്മാർ അനുവാദം കൊടുത്തു. ആരാ മഹാന്മാർ? ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, പോലീസന്മാർ, വല്ലാത്ത ജാതി. പാറ സുന്ദര, എങ്ങനെയാ അത് നമ്മുടെ കണക്കുകളും നമ്മുടെ അസുഖത്തിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഡോക്ടർക്ക് ഏൽപ്പിച്ചിരിക്കുന്നു, ഹക്കീം ഡോക്ടർക്ക്. ആരാണ് ഹക്കീം ഡോക്ടർ? ഹക്കീം ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഈ ഏർവാടിയുടെ കഥ നമ്മൾ മുൻപൊന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഏർവാടിയുടെ കഥ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആളുകളിൽ ഒരാൾ മാത്രമാണ് ഹയാത്തിലുണ്ടായിരുന്നു എന്ന് തെളിവുള്ള ആൾ. അയാളിപ്പോൾ അടുത്ത് കുറച്ച് കാലങ്ങൾ മുമ്പ് മരണപ്പെട്ടു പോയ ആളാണ്. അയാളുടെ പേര് അബുത്വാഹിർ എന്നാണ്. നല്ല പാദുഷ എന്നറിയപ്പെടുന്ന ഈ ദർഗയുടെ ഉള്ളിലേക്ക് കടന്നിട്ടുള്ള ആളുകൾക്കറിയാം. അവിടെ 50 രൂപയുടെ ടിക്കറ്റ് എടുത്താലാണ് ഇതിനകത്തേക്ക് ജാറങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശനമുള്ളൂ. അപ്പോൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ 2-3 ജാറങ്ങളുണ്ട്. ആ ജാറങ്ങളിൽ ഒന്ന് അബുത്താഹിർ എന്ന് പറയുന്ന നല്ല പാദുഷ എന്ന് പറയുന്ന ആളുടെയാണ്. അത് ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ ആളാണ്. അതിനു മുമ്പ്, അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് കാലമായിട്ടോ, അതിനടുത്തുള്ളത് ഇബ്രാഹിം പാദുഷ എന്ന് പറയുന്ന ആളുടെയാണ്. ഇബ്രാഹിം പാദുഷ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവെന്താണെന്നറിയാം നിങ്ങൾക്ക്? സ്വപ്നം. അങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്നുള്ളത് ഈ അബുത്താഹിർ എന്ന് പറയുന്ന ആൾ പറഞ്ഞതാണ്. എൻ്റെ വല്ലിപ്പ കുറേ കാലങ്ങൾ മുമ്പ് ഇവിടെ വന്നിട്ട് യുദ്ധം ചെയ്തിട്ട് ഷഹീദായതാണ്. ആരോട് യുദ്ധം ചെയ്തിട്ട്? തമ്മിൽ തല്ലി മരിച്ചതാണോ? പണ്ട് ഈ ഇവിടെ ഒരു 2-3 ശുഹദാക്കളുടെ പേര് പറഞ്ഞിട്ട് ഇവർ നേർച്ച നടത്താറുണ്ടല്ലോ. ഓമാനൂർ ശുഹദാക്കൾ എന്ന് പറഞ്ഞാൽ കുട്ടിവാളമ്മയുടെ കാര്യത്തിൽ ആ ഒരു കേസിൻ്റെ പേരിൽ വറകും കള്ളി കൊണ്ട് തല്ലുകൊണ്ട് മരിച്ച ചത്തുപോയ ആളുകളും ശുഹദാക്കളാണ് ഇവർക്ക്. അതുപോലെ ശുഹദാക്കളായതാണോ? ആരോട് യുദ്ധം ചെയ്തിട്ടാണ് ഷഹീദായത്? അതൊന്നും ഇവർക്ക് അറിയില്ല. സ്വപ്നമാണ്. ആ സ്വപ്നകഥ നമുക്കൊന്നുകൂടി വിശദീകരിക്കാം. ഇതിലെ സ്വപ്നകഥ പറയട്ടെ. അതായത് ബാദുഷാ റളിയല്ലാഹു തആല നിന്റെ കേസ് എടുത്തിരിക്കുന്ന ഇല്ല, അതെങ്ങനെയാ നിങ്ങൾക്ക് അറിയാന്ന്? നമുക്ക് എല്ലാം സ്വപ്നത്തിൽ കാട്ടിത്തരും. അതാണ്, അവർക്കെല്ലാം സ്വപ്നത്തിൽ കാട്ടിത്തരും. സ്വപ്നത്തിന് സാക്ഷി വേണ്ടല്ലോ അല്ലേ? സ്വപ്നത്തിന് സാക്ഷി വേണ്ട. ഇതാണ് സ്വപ്നത്തിൻ്റെ ഒരു പ്രത്യേകത. ഒരു മനുഷ്യൻ ഒരു കാര്യം സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് സാക്ഷിയും വേണ്ട, ഒന്നും വേണ്ട. അതൊക്കെ വഹിയല്ലേ അല്ലേ? പ്രവാചകന്മാർക്ക് സ്വപ്നം വഹിയാണ് എന്നുള്ളത് നമുക്ക് എവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി ഇൽഹാമുണ്ടായി എന്ന് പറഞ്ഞാലും വിശ്വസിക്കുമല്ലോ. ഇത് സ്വപ്നമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുറാഫികൾ, കുബൂരികൾ, അന്ധവിശ്വാസികൾ വിശ്വസിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇയാളുടെ കേസെടുത്തുള്ള അബുത്താഹിറാണെന്ന് പറഞ്ഞു. ഈ അബുത്താഹിർ എന്ന് പറയുന്ന മനുഷ്യൻ അയാളൊരു ബുദ്ധിമാനായ ഒരു സൂത്രശാലിയായിരുന്നു. അയാൾ ഇങ്ങനെ കടന്നിട്ട് സ്വപ്നം കണ്ടുവന്നിട്ട് ഇവിടെ 6666 ഏക്കർ ചുറ്റളവിൽ ഇത് ഷഹീദുകളുടെ സ്ഥലമാണ്. ഇവിടെ ഇബ്രാഹിം പാദുഷ ഉണ്ട്, ഹക്കീം ഡോക്ടർ ഉണ്ട്, അതുപോലെ തന്നെ അബ്ബാസ് മന്ത്രി ഉണ്ട്. അബ്ബാസ് മന്ത്രി ആരെ മന്ത്രിയാണ്? ഇബ്രാഹിം പാദുഷയുടെ. ഹക്കീം ഡോക്ടർ എന്ത് ഡോക്ടറാണ്? ഡോക്ടറൊന്നുമല്ല, വൈദ്യരാണെന്ന് തോന്നുന്നുണ്ട്. കുറേ മരുന്നൊക്കെ കൊടുത്തിരുന്നു ഇത്ര ആളുകൾക്ക്. അതും തെളിവെന്താണ്? സ്വപ്നം. എല്ലാം സ്വപ്നം അല്ലേ? വിശ്വാസം അതല്ലേ എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിക്കുന്ന കുബൂരികളും ഖുറാഫികളുമായിട്ടുള്ള അന്ധവിശ്വാസികൾ, അവരാണ് ഇവരുടെയൊക്കെ കസ്റ്റമേഴ്സ് എന്നുള്ളതാണ്. ബാക്കി പറയട്ടെ. എല്ലാ സ്വപ്നം കാട്ടിത്തരും. എല്ലാ സ്വപ്നം. വെള്ളം കാട്ടിത്തരും, കഴിക്കേണ്ട ഭക്ഷണം കാട്ടിത്തരും, കിടക്കേണ്ട സ്ഥലം കാട്ടിത്തരും. അതെല്ലാം നമുക്ക് സ്വപ്നത്തിൽ കൂടെ കാട്ടിത്തരും. കഴിക്കേണ്ട ഭക്ഷണം കാട്ടിത്തരും. എങ്ങനെ? സ്വപ്നത്തിൽ. കുടിക്കേണ്ട വെള്ളം കാട്ടിത്തരും. എങ്ങനെ? സ്വപ്നത്തിൽ. അത് കഴിഞ്ഞിട്ട് വെള്ളവും ഭക്ഷണമൊക്കെ കുടിച്ചും തിന്നും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അത് പുറത്തേക്ക് പോണല്ലോ, അതിനുള്ള സ്ഥലവും കാണിച്ചു തരും. കുളിക്കേണ്ടതോ അത് കാണിച്ചു തന്നിട്ടില്ല. പല്ലേക്കേണ്ടതോ അത് കാണിച്ചു തന്നിട്ടില്ല. വൃത്തിയും വെടുപ്പും കാണിച്ചു കൊടുത്തിട്ടില്ല. നക്കാനുള്ളതൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. വല്ലാത്ത ജാതി വിശ്വാസമായി പോയി പ്രിയമുള്ളവരെ. കുളിക്കണ്ട, അലക്കണ്ട, അതുപോലെ തന്നെ മുടി വെട്ടണ്ട, നഖം വെട്ടണ്ട, അതുപോലെ മനുഷ്യർ ചെയ്യുന്നതൊന്നും ചെയ്യണ്ട. അതൊക്കെ ചെയ്യാതെയാണെങ്കിൽ പോലും അവരെ തേടിക്കൊണ്ട് ആളുകൾ വരികയാണ്. ഇനി ഈ ചെങ്ങായി എങ്ങാനും മരിച്ചാൽ ഓനിക്ക് അവിടെ ഒരു ജാറം പൊന്തും. എന്നിട്ട് എന്താ പേരിടുക? ഏതെങ്കിലും ഒരു ഔലിയ എന്നുള്ളൊരു പേര് വെക്കും. സുന്ദരൻ എന്നുള്ളതും അതുപോലെ കൃഷ്ണൻകുട്ടി എന്നുള്ളതുമൊക്കെ ഈ കുളിക്കാത്തതാണ് തിരുമ്പാത്തതാണ് എന്ന ആ ഒരു വിലായത്തിൻ്റെ, ആ ഒരു കറാമത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇങ്ങനെ തന്നെയല്ലേ വേങ്ങരയിൽ കോയുണ്ടായത്? കുളിക്കും തിരുമ്പൊന്നും ചെയ്യാതെ അല്ലേ? അതുപോലെ തന്നെയല്ലേ ഓച്ചിറയിൽ ദാമോദരൻ അയ്യപ്പൻ എന്ന് പേരുള്ള കുപ്പയിലിരുന്നിരുന്ന കുപ്പസ്വാമി, ഔറത്ത് മറക്കാതെ ഇരുന്നിരുന്ന, അതുപോലെ തന്നെ കയ്യിൽ ഓം എന്ന ചിഹ്നം അത് രേഖപ്പെടുത്തിയിരുന്ന, എന്തിന്? സുനാമി കട്ട് ചെയ്യാത്ത
സുന്നത്ത് കഴിക്കാത്ത അയാൾ പോലും പിന്നീട് ഔലിയായി വിലായത്തും കറാമത്തും പാടിപ്പറഞ്ഞ് നടക്കുന്ന മുസ്ലിയാക്കന്മാരെയാണ് പിന്നീട് നമ്മൾ കണ്ടത് എന്നുള്ളതാണ്. ഇൻഷാ അല്ലാ ഈ സുന്ദരൻ എന്നാണ് മരിച്ചു വീഴുന്നത് അന്ന് സുന്ദരന് വേണ്ടിയിട്ടും ഒരു ജാറം ഇവർ പൊക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു ജാറം അവർ പൊക്കിക്കഴിഞ്ഞാൽ ആ ജാറത്തിൻ്റെ യഥാവിധി അതെന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞുകൊണ്ടും ഇരിക്കും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്നുള്ളത് ഫർലോട് ഫർളെടുത്ത് സുന്നത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ജീവിച്ച മുത്തഖീങ്ങളായ മുഹ്സിനീങ്ങളായ ആളുകളാണ്. അവർ മാജിക് കാണിക്കാറില്ല. അവർ ഈ പറഞ്ഞ ബിൽഡപ്പ് ഒന്നുള്ള ആളുകളല്ല. അവർ കുളിക്കുകയും തിരുമ്പുകയും ചെയ്യുമായിരുന്നു. അവർ മുടിവെട്ടുകയും പല്ല് വയ്ക്കുകയും ചെയ്യുമായിരുന്നു. വൃത്തി ഈമാൻ്റെ ഭാഗമാണ്. ഇത് ഏതോ ഒരു കൃഷ്ണൻകുട്ടി, ആ കൃഷ്ണൻകുട്ടി കുളിക്കുന്നില്ല, തിരുമ്പുന്നില്ല, പല്ല് വയ്ക്കുന്നില്ല, മുടിവെട്ടുന്നില്ല എന്നുള്ളതാണ് അയാളുടെ പിന്നാലെ ഇതുപോലെ ഈ മണിയനീച്ച പറക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ കൃഷ്ണൻകുട്ടി. അതിൻ്റെ പിന്നാലെ ഇങ്ങനെ മണിയനീച്ചയായിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ് ഈ പറയപ്പെട്ട കൗമ് ജാഹിലീങ്ങൾ എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. വെട്ടിത്തുറന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞേ പറ്റൂ. അത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കാൻ കഴിയാത്തവർ സഹിച്ചേ പറ്റൂ എന്നുള്ളത് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.